സ്വന്തമായിട്ട് ക്യാമറ ഉണ്ടായിട്ടും ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ഒത്തിരി പേര് എനിക്ക് എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫിയിൽ ഏതെങ്കിലും രീതിയിൽ ട്രെയിനിങ് തരാൻ പറ്റുമോ എന്നുള്ളത്. കൊറോണയുടെ ആ ഒരു ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോഗ്രാഫി മേഖല ഒരു തൊഴിൽ എന്ന രീതിയിൽ വലിയ മെച്ചമില്ലാത്ത ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ഫോട്ടോഗ്രാഫിയോട് തൽക്കാലം മാറി നിൽക്കാം എന്ന് കരുതി മറ്റൊരു മേഖലയിലേക്ക് മാറിയത്. പക്ഷേ അതിനുശേഷവും എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഈ 2025 AI-യുടെ ഒരു കടന്നുകയറ്റത്തോടു കൂടി അൺടച്ച്ഡ് ഫോട്ടോസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ റോ ഫോട്ടോസ് എന്ന രീതിയിൽ ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫിക്ക് വളരെയധികം പ്രാധാന്യം വർദ്ധിച്ചിരിക്കുന്നു. കാരണം AI-യിൽ ഒരുപാട് ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ജെന്യുവൻ ഫോട്ടോഗ്രാഫാണോ ക്യാമറയിൽ എടുത്തതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒത്തിരി പേരും ഇഷ്ടപ്പെടുന്നത് DSLR ക്യാമറ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റീവായിട്ട് ഫോട്ടോ എടുക്കാൻ, അങ്ങനെ ഫോട്ടോ എടുക്കണം എന്നാണ് അവരൊക്കെയും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സിഫ് ഡാറ്റ എടുക്കുമ്പോൾ കൃത്യമായിട്ട് ഏത് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇപ്പം ഒത്തിരി പേരും AI ഉപയോഗിച്ചിട്ട് ബ്യൂട്ടിഫൈ ചെയ്യുന്ന ആ ഒരു ട്രെൻഡ് ഉപേക്ഷിച്ചിട്ട് റോ ഫോട്ടോ അൺടച്ച്ഡ് എന്ന ഒരു ഹാഷ്ടാഗിൽ വളരെയധികം ഫോട്ടോസ് ഇന്ന് പുറത്തിറങ്ങുന്നുണ്ട്. എല്ലാവരും അവരുടെ ശരിക്കുള്ള മുഖം കാണിക്കാൻ ആഗ്രഹിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരല്പം മോഡലിംഗ് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ഈ ഒരു അൺടച്ചിൻ്റെ ആ ഒരു ട്രെൻഡാണ് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത്. ക്യാമറയിൽ നിന്ന് എടുത്ത അതേപോലെ ആസെറ്റീസ്, അതുപോലെ ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ സ്കില്ല് കാണിക്കാൻ വേണ്ടിയിട്ട് അൺടച്ച്ഡ് ഫോട്ടോസാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഷെയർ ചെയ്യുന്നത്. കാണുമ്പോൾ നമുക്കൊരു പഴയ ഫോട്ടോ പോലെയോ അല്ലെങ്കിൽ ഒരു ഇതെന്താ ഇങ്ങനെ എന്നൊരു തോന്നലുണ്ടാവുമെങ്കിൽ അത് ഒരു ജെന്യുവൻ കലാകാരനാണ്, അദ്ദേഹം മികച്ച ഒരു ഫോട്ടോഗ്രാഫറാണ് അത് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആ ഒറ്റയൊരു ഫോട്ടോ മതി. അപ്പോൾ എനിക്ക് വരുന്ന ഇത്രയധികം കോൾസും മെസ്സേജസിലൊക്കെ തന്നെ ഞാൻ പലർക്കും പല രീതിയിലും വോയിസിൽ സപ്പോർട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ കൊച്ചിയിൽ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊച്ചിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെയുള്ള ടൈം എനിക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ആ സമയത്ത് ഫോട്ടോ വാക്ക് രീതിയിൽ ട്രെയിനിങ് കൊടുക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് താഴെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ നമുക്ക് എറണാകുളത്തുള്ള ഓരോ ലൊക്കേഷൻസിലും ഓരോ ഡിഫറെൻറ്റ് ടാസ്കുമായിട്ട് എല്ലാ ദിവസവും 3 മണി മുതൽ 6 മണി വരെ മീറ്റ് ചെയ്യാം. എൻ്റെ മുന്നിൽ എൻ്റെ ഒരു സ്കില്ല് എനിക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മുന്നിലാണ് നിങ്ങളുടെ കയ്യിലുള്ള അത്രയും ക്രിയേറ്റീവായൊരു എക്യുപ്മെൻറ്റ്, ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെൻറ്റ് വളരെ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കും. രണ്ട് കൂട്ടർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. നോർമലി ഇപ്പോൾ പുറത്തുള്ള ക്ലാസ്സുകൾക്ക് ഒരു ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലാസ്സിൻ്റെ രീതിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഒരു AC റൂമിനകത്ത് അടച്ചിരുന്ന് ബിരിയാണിയും തിന്ന് വലിയ സ്ക്രീനിൽ ഒരു സ്ലൈഡ് ഷോയും കണ്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാം പഠിച്ചു എന്നൊരു രീതിയിലുള്ള തോന്നലാണ് നമുക്ക് ഉണ്ടാവുക. പക്ഷേ വീട്ടിലെത്തി ക്യാമറ എടുത്ത് കഴിയുമ്പോഴാണ് അറിയുക, അയ്യോ ഇത് ഏതായിരുന്നു ഈ പറഞ്ഞ സംഭവം, അത് എവിടെയും കാണുന്നില്ലല്ലോ, എൻ്റെ ക്യാമറയിൽ അതില്ലല്ലോ എന്നൊക്കെ. അതുമാത്രമല്ല, ഈ ഇത്തരം ഫോട്ടോഗ്രാഫി ക്ലാസ്സുകളിൽ ഈ പങ്കെടുക്കുന്ന ആൾക്കാർ വലിയ ക്യാമറ ബാഗൊക്കെ ആയിട്ട് പോവും. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ബാഗ് അവരുടെ കൂടെ ഇരിക്കുന്നല്ലാതെ ഒരിക്കലും ഈ ട്രെയിനേഴ്സ് അത്തരം ക്യാമറകൾ പുറത്തെടുക്കാൻ അത് തൊടാൻ പോലും സമ്മതിക്കാറില്ല എന്നുള്ളത്. അതിനൊരു അവസരം കൊടുക്കില്ല. അവർ തിയറി പമ്പ് ചെയ്ത് അവരെ തലച്ചോറ് മരവിപ്പിക്കുന്ന രീതിയിൽ തിയറി പമ്പ് ചെയ്ത് ബിരിയാണിയും തന്ന് ഉറക്കം തോന്നിക്കൊണ്ട് അവിടെ ഇരുന്ന് എങ്ങനെയൊക്കെ ഓടി വീട്ടിലെത്തും. അതാണ് അവസ്ഥ. അപ്പോൾ അതിൽ നിന്നൊക്കെ അതുമാത്രമല്ല, ഇത്തരക്കാർ വാങ്ങുന്ന ഫീ എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ വാങ്ങിക്കേണ്ട അത്രയും കാശൊക്കെയാണ് ഓരോ ക്ലാസ്സിന് ഇവർ വാങ്ങിച്ചെടുക്കുന്നത്. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഉണ്ട് എനിക്കറിയുന്നത്, അയാൾ 56,000 രൂപയാണ് 3 ദിവസത്തെ സെഷന് അയാൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്കില്ല്, അദ്ദേഹത്തിന് എങ്ങനെ മോണിറ്റൈസ് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം ആ രീതിയിൽ ചാർജ് ചെയ്യുന്നത്, അതിലൊന്നും എനിക്കൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിന് പങ്കെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ക്യാനൻ്റെ എക്സ്ട്രീം ബേസിക് മോഡൽ ക്യാമറയായിട്ട് പോകുന്നു. ആ ക്യാമറയെക്കാളും വലിയ ഫീ കൊടുക്കുന്നു, അവിടെ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ കേൾക്കുന്നു, കാണുന്നു. അവർ പറയുന്ന അത്രയും ലെവലിലുള്ള ഫോട്ടോഗ്രാഫി അയാൾക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും. നിരാശനായിട്ട് വീട്ടിലേക്ക് വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അയാൾക്ക് കാശും പോയി ഒന്നും പഠിക്കാനും പറ്റിയില്ല എന്നതാണ് സത്യാവസ്ഥയിലുള്ള കാര്യം. ആ ഒരു സിറ്റുവേഷനിലൊക്കെ അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എത്രക്കാരെയൊക്കെ ഫോട്ടോഗ്രാഫി എന്താണ്, അത് ആ ഒരു ആർട്ട് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ആർട്ട് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ക്രിയേറ്റീവ് സ്കിൽസ് പറഞ്ഞു കൊടുക്കും, കുറേ ടെക്നിക്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതേപോലെ ഫോട്ടോഗ്രാഫി എന്ന ആ ഒരു കലയെ പകർന്നു കൊടുക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഫോട്ടോ വാക്ക് രീതിയിൽ. പ്രാക്ടിക്കൽ ഫോട്ടോഗ്രാഫിയിൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, റിയൽ ചലഞ്ചുകൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ എറണാകുളം ജില്ലയിലെ വിവിധ സ്പോട്ടുകളിൽ വൈകുന്നേരം 3 മുതൽ 6 വരെ കറങ്ങി നടക്കാൻ പോവാണ്. ഒരു ബാച്ചിൽ ഒരു 2 3 അല്ലെങ്കിൽ മാക്സിമം 5 പേര് മാത്രമുള്ള ഒരു ടീമായിരിക്കും നമ്മൾ പോകുന്നത്. ഞാൻ 2 കൈ എംപ്റ്റി ഹാൻഡായിട്ട് ഞാൻ വരും, നിങ്ങളുടെ ക്യാമറയായിട്ട് നിങ്ങൾ വരിക. നിങ്ങൾക്ക് ഓരോ സിറ്റുവേഷനിൽ വരുന്ന ചലഞ്ചസ് ഞാൻ കൃത്യമായിട്ടും പറഞ്ഞത് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ
ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് നാച്ചുറൽ ഒബ്ജക്ട്സ്, അതും ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നുപെടുന്ന ആ ഒരു ഒബ്ജക്റ്റ് എത്രത്തോളം ഫാസ്റ്റായിട്ട് നിങ്ങൾക്കതിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്, എത്രത്തോളം ക്രിയേറ്റീവായിട്ട്, സ്പീഡും ക്രിയേറ്റിവിറ്റിയും ഒന്നിച്ച് വരുമ്പോഴാണ് അയാൾ മികച്ച ഫോട്ടോഗ്രാഫറായി മാറുന്നത്. റൈറ്റ് ടൈം, റൈറ്റ് എക്യുപ്മെൻറ്റ് വിത്ത് റൈറ്റ് പേഴ്സൺ, അതായിരിക്കണം ഒരു ക്രിയേറ്റീവ് ഔട്ട്പുട്ടിൻ്റെ ബേസിക് കമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സംഭവങ്ങളിൽ നമുക്ക് പല പ്രശ്നങ്ങളും കൺഫ്യൂഷൻസും വരും. പിന്നെ നിങ്ങളോട് പറയുകയാണ് നാളെ എൻ്റെ വീട്ടിലൊരു സെലിബ്രിറ്റി വരുന്നുണ്ട്, നീ ഓടി വന്ന് ക്യാമറ എടുത്തിട്ട് ഒന്ന് ഷൂട്ട് ചെയ്താണ് ഒരു 20 ഫോട്ടോ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും, അയ്യോ ചേട്ടാ എനിക്ക് പറ്റുമെന്നറിയില്ല, എനിക്കൊരു ധൈര്യമില്ല, എനിക്കത് കൃത്യമായിട്ട് ആവുമോ എന്നൊക്കെയുള്ള ഒരു ഭയങ്കര ടെൻഷൻ വരും. കാരണം ഒരു വർക്ക് കിട്ടിയിട്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ. എക്യുപ്മെൻ്റ് ഉണ്ട്, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, പക്ഷേ നിങ്ങൾക്കൊരു ധൈര്യമില്ലാത്ത അവസ്ഥ. അതൊക്കെ പരിഹാരം ഈ ഒരു ഈവെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഒരു ദിവസത്തെ ഈവൻ്റ് അല്ല കേട്ടോ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിനകത്ത് ജോയിൻ ചെയ്യാം. എല്ലാ ദിവസവും 3 to 6 ഉണ്ടാവും. ആരെങ്കിലുമൊക്കെ ഫോട്ടോ വാക്കിന് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനും പുറത്തേക്ക് ഇറങ്ങും, ആരും ഇല്ലെങ്കിൽ ഞാൻ വീട്ടിനകത്ത് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം. അതേപോലെ നിങ്ങളുടെ എക്യുപ്മെൻറ്റ്സിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അത്രയും നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കാനും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. സോ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെയുള്ള വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ഫോം റെഡിയാക്കുന്നുണ്ട്. ഓരോ കലണ്ടർ ലൈറ്റിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് അന്നേ ദിവസത്തേക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം റെഡിയാക്കുന്നുണ്ട്. അത് ആവുന്ന മുറയ്ക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം താല്പര്യമുള്ളവർ ഈ ഫോൺ നമ്പർ വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരെയും നേരിട്ട് കാണാമെന്ന പ്രതീക്ഷയിൽ എറണാകുളത്ത് ഞാൻ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.